സ്നേഹിക്കുന്ന ആർക്കും തിരുത്താൻ അവകാശമുണ്ട്. കേൾക്കാൻ ആളുകൾ കുറവാണെങ്കിലും ചോദ്യശരങ്ങൾ കൂടുതലാണ്. ഉത്തരങ്ങൾ വരുന്നുണ്ട്. പുതിയ വാചകങ്ങളൊന്നും ചേർക്കാനില്ല. അമ്മയെ തല്ലിയാലും 2 വർഷം. നന്നായി എന്ന് പറഞ്ഞവരും മൗനസമ്മതം മൂളിയവരും തന്നെയായിരുന്നു കൂടുതലും. ഇന്നലെ ചെയ്ത വീഡിയോ ഒക്കെ ചുരുക്കം ചില പേര് മനസ്സ് പിടിച്ച് കുലുക്കിയത് ഒട്ടും ശരിയായില്ല എന്ന് പറഞ്ഞാണ്. നടപടിയെടുക്കാത്ത നിയമപാലകരോട് പിന്നെ എങ്ങനെ പറയണം എന്ന് വാദിച്ചു നോക്കി, തോറ്റുപോയി. വാവാക്ക മുതൽ മൈമൂനമിസ് മുതൽ കുരിക്കൾ ഷാഹിദ് മുതൽ പ്രിയപ്പെട്ട സുബഹാനടക്കമുള്ള ഒരുപാട് പേര്. എല്ലാത്തിലും ഉപരി എൻ്റെ പാതി. അയാളെ ഇപ്പോഴാണ് കേട്ടത്. ആദ്യം ചോദിച്ചത് അവസാനം പറഞ്ഞതെന്താ, ആ ആക്ഷൻ്റെ അർത്ഥം എന്താണെന്ന്. എൻ്റെ രോഷം തെറ്റും ശരിയും ആപേക്ഷികമാണെന്ന വാദമൊന്നും അവിടെയും വില പോയില്ല. അയാളിപ്പോൾ വിളിച്ചു വെച്ചതേ ഉള്ളൂ. സാധാരണ ഒറ്റ ടേക്കിൽ എടുക്കുന്ന വീഡിയോകളാണ്. ഇത് കട്ട് ചെയ്ത് ചേർക്കേണ്ടി വരും. അവസാന വാക്കും ആക്ഷനും കട്ട് ചെയ്ത് മാറ്റാനും പുതിയ സഹയാത്രികൻ പ്രിയപ്പെട്ട വിഷ്ണു തന്നെയാണ്. അയാളത് ചെയ്തു തരും എന്നുള്ള പ്രതീക്ഷയിൽ പറഞ്ഞു വെക്കുകയാണ്. ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന യുവാക്കളെ അധ്യാപകരും രക്ഷിതാക്കളും തല്ലി തന്നെയാണ് വളർത്തിയത്. അവർക്കെതിരെ മോശമായ വാക്കുകൾ ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. മൈമാഷിനെയൊക്കെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു. പാവം മരിച്ചുപോയി. ഇന്നത്തെ കുട്ടികളെ കാണുമ്പോൾ തിരിച്ചറിയുന്നു ഞങ്ങളുടെ ഉള്ളിൽ മനുഷ്യത്വം ഉണ്ടായിരുന്നു. അതിൽ ചിന്തിക്കാനുണ്ടാവും, പ്രവർത്തിക്കേണ്ടത് എങ്ങനെയെന്നുണ്ടാവും. കുട്ടികൾ അഴിഞ്ഞാടുമ്പോൾ നിയന്ത്രിക്കേണ്ട നിയമപാലകരോടുള്ള ഞങ്ങളുടെ വെറുപ്പും വിദ്വേഷവും ഉണ്ടാവും. അയൽവാസികളെ വെട്ടിക്കൊന്ന ലഹരിയുടെ അടിമകളെയും മകളെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ അച്ഛൻ്റെയും കഴിവുള്ള നടൻ മുണ്ടുപൊക്കി കാണിക്കുന്നതൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട്. ബസ്സിൽ സ്ത്രീകളുടെ നേരെ പൊതുസ്ഥലത്ത് വെച്ച് ആഭാസം കാണിക്കാൻ ധൈര്യപ്പെടുന്ന സാമൂഹിക ദ്രോഹികളെയൊക്കെ കാണുമ്പോൾ നിയമം കയ്യിലെടുക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ടായിരുന്നെങ്കിൽ ഞങ്ങളിതൊക്കെ വലിയ കോലാഹലങ്ങളില്ലാതെ അറുതി വരുത്തിയേനെ. അവകാശങ്ങളുള്ളവർ നോക്കുകുത്തികളാകുമ്പോൾ ഞങ്ങളുടെ രോഷം ഭാഷയുടെ പരിമിതിയും കടന്ന് നമസ്കാരത്തിൻ്റെ നിയമലംഘനവും ഭേദിക്കുന്നത് സ്വാഭാവിക പ്രക്രിയയാണ്. സാമൂഹിക പ്രതിബദ്ധതയുള്ള യുവതലമുറ പ്രതികരിക്കുമ്പോൾ അനുകരണങ്ങളും മാന്യമായിക്കോട്ടെ എന്ന സന്ദേശം മാത്രം നിലനിർത്തി അവസാന ഭാഗം നൈസായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. അതങ്ങനെ തന്നെയാണ് വേണ്ടത് എന്ന് പറഞ്ഞ് ആ നമസ്കാരത്തെ പ്രോത്സാഹിപ്പിച്ച് എന്നെ പുകഴ്ത്തിയ എൻ്റെ പ്രിയപ്പെട്ടവരും ഒരു വശത്തുണ്ട്. ഈ അവസരത്തിൽ അവരോട് പറയാനുള്ളത് മാമനോടൊന്നും തോന്നില്ല എന്നാ. ഇന്ന് രാവിലെ ബന്ധുവായ സുഹൃത്ത് അവൻ്റെ 5 വയസ്സുകാരൻ മകൻ്റെ വോയിസ് മെസ്സേജ് അയച്ചു തന്നു. അതിവിടെ പ്ലേ ചെയ്യണമെന്നുണ്ടായിരുന്നു. അയാളുടെ അനുമതി ഇല്ലാതെ പോയി. കേൾക്കാൻ ഇമ്പമുള്ള ആ ശബ്ദത്തിലും ഉണ്ടായിരുന്നത് ഭീഷണിയുടെ സ്വരമായിരുന്നു. നീ ഇങ്ങോട്ട് വാ, ഞാൻ കാണിച്ചു തരാം, നിന്റെ ഫോൺ ഞാൻ എറിഞ്ഞു പൊട്ടിക്കും എന്ന് തുടങ്ങുന്ന വാക്കുകളായിരുന്നു. അയാൾക്കത് സന്തോഷമാണ് നൽകിയിട്ടുള്ളത്. തീർച്ചയായും കൗതുകത്തോടെയും സന്തോഷത്തോടെയും തന്നെയാണ് അത് അയാൾ എനിക്ക് അയച്ചിട്ടുള്ളത്. പക്ഷേ തിരുത്തേണ്ടത് അവിടെ മുതലാണ്. ആ വോയിസ് അച്ഛൻ്റെ ഫോണിലേക്ക് എത്തുന്നതിന് മുമ്പ് അമ്മ തടയണം, തിരുത്തി കൊടുക്കണം. ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കണം. അമ്മയായിട്ട് അത് അയക്കുമ്പോൾ അച്ഛൻ അത് ആസ്വദിക്കുമ്പോൾ ആവാം ആരോടും എന്ന സന്ദേശത്തിൽ തന്നെയാണ് മക്കൾ വളർന്നു തുടങ്ങുന്നത്. ബഹുമാനത്തിൻ്റെയും ആദരവിൻ്റെയും അർത്ഥം പ്രാവർത്തികമാക്കി കൊടുക്കാതെ അവർക്ക് മനസ്സിലാവില്ല. മാതാപിതാക്കൾക്ക് വേണ്ട പോലെ മക്കളെ വളർത്താൻ അറിയാതെ പോകുന്നത് തന്നെയാണ് ഒരു പരിധിവരെ മക്കൾ വഴിതെറ്റാൻ കാരണം. കുട്ടികളുടെ മുമ്പിലിട്ട് വീട്ടുകാർ തമ്മിൽ പരസ്പരം കലഹിച്ചിട്ട് മക്കൾ തലതിരിഞ്ഞു പോകുന്നതിന് ഞങ്ങളെ കുറ്റം പറയരുത് എന്ന് പറയുന്ന മാതാപിതാക്കൾക്ക് ന്യായങ്ങൾ പലതാണ്. പത്തനാത്തെയും പറഞ്ഞിട്ടുണ്ട്, എന്നെ 12-ാം വയസ്സ് കെട്ടുകൊണ്ടുവന്നാണ് എനിക്കതിനുള്ള വിവരം ഉണ്ടായിരുന്നുള്ളൂ. പഠനങ്ങൾ പറയുന്നത് ഗർഭാവസ്ഥയിൽ ഉണ്ടാകുമ്പോൾ മുതൽ മാതാപിതാക്കളുടെ വാക്കുകളും മാനറിസങ്ങളും കുട്ടികളുടെ സ്വഭാവം നിർണ്ണയിച്ചു തുടങ്ങുന്നു എന്നാണ്. അവരിൽ ഒരാളാവാതെ അവരെ പൂർണ്ണമായി നേർവഴിക്ക് നയിക്കാൻ നിങ്ങൾക്കാവില്ല. കുട്ടികളെ നേർവഴിക്ക് നടത്താനുള്ള അറിവുകൾ നിങ്ങൾ നേടേണ്ടതുണ്ട്. അവരെ മനസ്സിലാക്കേണ്ടതുണ്ട്. ആവശ്യമെങ്കിൽ മാതൃകാപരമായ ശിക്ഷ നൽകേണ്ടതും നിങ്ങൾ തന്നെയാണ്. എന്നിട്ടും കുട്ടികൾ വഴിപിഴച്ചു പോകുന്നുണ്ടെങ്കിൽ അത് വിധി എന്ന് കരുതി സമാധാനിക്കാം. അധ്യാപകനെ കൊലവിളി നടത്തിയ ആ പൊടിപ്പയ്യന്റെ മാതാപിതാക്കൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ പറയണം, വിധിക്കുമേൽ പൈ ചാരി സമാധാനിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ടോ? ഇന്നലെ ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ
പൈതൃകം എന്നും പറഞ്ഞ് എഴുതി തള്ളിയതാണ്. എല്ലാം കാണാനും കേൾക്കാനും പ്രതികരിക്കാനും സാഹചര്യവും സമയവും അനുവദിച്ചെന്ന് വരില്ല എന്ന് കരുതി ചിലതൊക്കെ കാണുമ്പോൾ കൈപ്പൊക്കെ ഒട്ടും പറയാതെ വയ്യ. അതായത് ഇന്ന് ആ വീഡിയോ കണ്ടത് മറ്റൊരു തരത്തിലാണ്. പുതിയ പിള്ളേർ കൊള്ളാം എന്ന ടൈറ്റിലും കൊടുത്ത് മാഷിന് നേരെ വിരൽ ചൂണ്ടുന്നത് അവന്റെ മിടുക്കാക്കി. മാഷ് മാപ്പ് പറയണം, തെറ്റ് മാഷിൻ്റെതാണ് പോലും. ഇനി സമ്പൂർണ്ണ ചാച്ചരത എന്തിനെല്ലാം സാക്ഷ്യം വഹിക്കണം? ഇതിനൊക്കെ പ്രതികരിച്ചിട്ട് വല്ല മാറ്റവും വരാനുണ്ടോ എന്ന് ചോദിച്ചിരിക്കത്തേ ഉള്ളൂ. ഇത് പുതിയ തലമുറയുടെ രീതിയാണെന്നാണോ? കൊച്ചിലെ ചോറ് വാരി തിന്നുമ്പോൾ കൂടെ കുറച്ച് കല്ലും മണ്ണും വാരി തിന്നാതെ പോയ പ്രശ്നമാണെന്നാണോ? എന്തും പറഞ്ഞാണ് നിങ്ങൾ മിണ്ടാതിരിക്കുന്നത്? നാക്കല്ലേ വായി കിടക്കുന്നത്? പ്രതികരിച്ചൂടെ? മാതാപിതാ ഗുരു എന്ന് പറയുന്ന ആ ഗുരുവിന്റെ മക്കട്ടാണ് ചെക്കൻ കയറിയത്. മാതാപിതാക്കളും അധ്യാപകരും ശിക്ഷിച്ചു വളർത്തിയിട്ട് കേരള മണ്ണിൽ എത്ര പേര് നശിച്ചു പോയിട്ടുണ്ട്? ഏത് പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് 1-ാം ക്ലാസ് മുതൽ വടിയെടുക്കാൻ പാടില്ല എന്നുള്ള വൃത്തികെട്ട നിയമം പ്രാബല്യത്തിൽ വരുത്തിയത്? പരിധി വിട്ടുപോകുന്ന മക്കളെ നേർവഴിക്കാക്കാൻ അധ്യാപകർക്കും പോലീസുകാർക്കും അവകാശം പകുത്തു നൽകുമ്പോൾ കുറേയൊക്കെ മാറ്റം വരും. ഗുരുനാഥന്മാരും നിയമപാലകരും അവർക്ക് മുമ്പിൽ നോക്കുകുത്തികളാവുമ്പോൾ എന്തും ചെയ്യാനുള്ള ധൈര്യം കുട്ടികൾക്ക് കൂടി വരും. ഇവനെയൊക്കെ കണ്ടു വളരുന്ന നമ്മുടെ കുട്ടികളും മറ്റെന്താ ആവർത്തിക്കാൻ? നിയമം പൊതുസമൂഹത്തിന് വേണ്ട രീതിയിൽ ഉപകാരപ്പെടാതെ പോകുമ്പോൾ കുട്ടികൾ ഇതുപോലെ കൊലവിളി നടത്തും. പക്വതയില്ലാത്ത അത്തരം കുട്ടികൾക്ക് വീരപരിവേഷം കൊടുത്ത് മറ്റുള്ള കുട്ടികൾക്ക് വിവേകക്കുറവിനെ അലങ്കാരമാക്കി വെച്ച് കെട്ടിക്കൊടുക്കുന്ന ഡാഷ് കലാകാരന്മാർക്കും ഈ കൂത്താട്ടങ്ങളൊന്നും നിയന്ത്രിക്കാൻ പറ്റാത്ത ഇവിടുത്തെ നിയമവ്യവസ്ഥക്കും നിയമപാലകരെ വേണ്ട പോലെ ഉപയോഗിക്കാൻ അറിയാത്ത ആഭ്യന്തര വകുപ്പിനും മേലാളന്മാർക്ക് ഓച്ചാനിച്ചും ലഹരി മാഫിയകളുടെ അച്ചാരം വാങ്ങി നക്കിയും വാലാട്ടി നിൽക്കുന്ന പോലീസുകാർക്കും നമോ വാകം.